ടീനയെ റീത്ത ചേർത്ത് പിടിക്കുന്ന കാഴ്ച കണ്ട് ഞെട്ടി സ്റ്റാൻലി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വേറെ ഒന്നുമല്ല, റീത്ത വന്നിരിക്കുകയാണ്. തങ്ങളുടെ കുടുംബത്തിനും തങ്ങൾക്കുമുണ്ടാകുന്ന നാണക്കേടിനെക്കുറിച്ച് സ്റ്റാലിനെ അറിയിക്കാനും അലീനയെ ഓടിച്ചു വിടാനുമായിട്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ പറയുന്നുണ്ട്, അലീനയെ തൻ്റെ മകളെ അങ്ങനെയൊന്നും പുറത്താക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. അത് കേട്ട റീത്തയാണെങ്കിൽ എന്തുകൊണ്ട് കഴിയില്ല? നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥത മാത്രമേ കാണുന്നുള്ളൂവോ? എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ കണ്ണിലൂടെ നിങ്ങൾ കാണാത്തത്? ഈ സമൂഹത്തിൻ്റെ മുൻപിൽ നമ്മളുടെ കുടുംബത്തിൻ്റെ എല്ലാം വില നല്ല രീതിയിൽ താഴ്ന്നു പോകില്ലേ എന്ന് റീത്ത സ്റ്റാലിയോട് ചോദിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ മഹിമയൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നാട്ടുകാർ എന്താണ് തരുന്നത് ജീവിക്കാനായിട്ട്? ഒന്നും തന്നെ തരുന്നില്ല റീത്ത. അതുകൊണ്ട് തന്നെ നാട്ടുകാർ പറയുന്നതൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് റീത്തയോട് സ്റ്റാൻലി പറയുമ്പോൾ, സ്റ്റാൻലി, നിങ്ങളെന്താണ് ഇങ്ങനെ? നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും കുറിച്ച് നിങ്ങൾ ഒരു തവണ പോലും ചിന്തിച്ചില്ലേ? ഈ കാര്യം ആലോചിക്കുന്നതിന് മുമ്പ്, ചെയ്യുന്നതിന് മുമ്പ് അവരോടൊന്ന് ചോദിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഈ കഥ നടക്കുന്നത് 24 വർഷം മുമ്പാണ്. അതിനു മുമ്പ് ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചിട്ടില്ല. കൂടാതെ തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ചോദ്യം ചോദിക്കേണ്ടതുമില്ല എന്ന് പറയുന്നു. റീത്തെ, നീ അലീനയെ പുറത്താക്കാനാണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കാനായിട്ട് പോകുന്നില്ല. അലീനയെ കൊണ്ടുണ്ടാകുന്ന നാണക്കേട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കുടുംബത്തിലെ അംഗമല്ല എന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞോളൂ എന്ന് പറയുന്നു. തുടർന്നാണെങ്കിൽ അവളോട്, എൻ്റെ ഭാര്യയോട് എന്നെ ഉപേക്ഷിക്കാനും പറഞ്ഞോളൂ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് സ്റ്റാൻലി പറയുമ്പോൾ റീത്ത ചോദിക്കുന്നുണ്ട്, എന്താ സ്റ്റാൻലി നിങ്ങളിതൊക്കെ ഈ പറയുന്നേ? നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് വല്ല ബോധ്യവുമുണ്ടോ എന്ന് റീത്ത വീണ്ടും ആവർത്തിക്കുന്നു. എനിക്ക് നല്ല ബോധ്യമുണ്ട് റീത്തെ. അതായത് എൻ്റെ തെറ്റുകൾ ആണ് അതെല്ലാം ഞാൻ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ എൻ്റെ മകൾ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചതാണ് ഈ 24 വർഷക്കാലം. അവൾ ഒരുപാട് യാതന അനുഭവിച്ചു. എൻ്റെ മകൾ അനാഥാലയത്തിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനറുതി വരുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇക്കാര്യം ചെയ്തത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ മകളെ എനിക്ക് അങ്ങനെ തള്ളിക്കളയാനൊന്നും കഴിയില്ലടി എന്ന് പറയുകയാണ്. അല്ല, നീ കുറേ നേരമായല്ലോ സ്റ്റാൻലി നിൻ്റെ മകൾ എന്ന് പറയുന്നു. എവിടെ അവളെ എനിക്കൊന്ന് കാണാനായിട്ട് കഴിയോ എന്ന് ചോദിക്കുന്നു. കാണാൻ കഴിയുമെന്നോ? അവളെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒളിപ്പിച്ച് വെക്കാനൊന്നും പോകുന്നില്ല. അധികം വൈകാതെ തന്നെ ഈ സമൂഹത്തിൻ്റെ മുൻപിൽ ഞാൻ അവളെ അവതരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, നീ എന്തായാലും എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാൻലി റീത്തയെയും കൊണ്ട് അലീനയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ സ്റ്റാലിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അലീന എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം അലീന വളരെ ഏകാന്തതയും അനുഭവിക്കുന്നുണ്ടല്ലോ. മുത്തശ്ശനായിരുന്നു അലീനയ്ക്ക് ഏതു നേരം സംസാരിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ കൂട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ പോയി കഴിയുമ്പോൾ വളരെയധികം ഒറ്റപ്പെട്ട് ആരുമില്ലാതെയും ഇരിക്കുകയാണ് അലീന. അവിടേക്കാണ് റീത്തയുമായി സ്റ്റാൻലി കടന്നു ചെല്ലുന്നത്. അലീനയെ കണ്ട പക്ഷം റീത്ത ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. താനിത് ആരെയാണ് കാണുന്നത് തൻ്റെ കൺമുൻപിൽ? തൻ്റെ അമ്മച്ചിയാണോ തൻ്റെ കൺമുൻപിൽ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ് ഒരു നിമിഷത്തേക്ക് റീത്ത. നമ്മുടെ ഔതക്കുട്ടി അലീനയെ കണ്ട് നിന്നതെങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ റീത്തയും കണ്ണുമിഴിച്ച് ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം സ്റ്റാൻലി ഔതക്കുട്ടിയോട് പരിചയപ്പെടുത്തിയ പോലെ തന്നെ, അതായത് അപ്പൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ അലീനയുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ റീത്തയോടും പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ഇത് തൻ്റെ സഹോദരിയാണെന്നും കൂടാതെ ഇതാണ് തൻ്റെ മകൾ അലീന എന്നും റീത്തയ്ക്ക് മുൻപിൽ പരിചയപ്പെടുത്തുമ്പോൾ അലീന റീത്തയോട് നമസ്കാരമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു,
ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുകയാണ്. ഓടിക്കാനെത്തിയ റീത്ത പെട്ടെന്ന് തന്നെ മനസ്സ് മാറി അലീനയുടെ അടുത്ത് വിശേഷവും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നത് കണ്ട സ്റ്റാൻലി മനസ്സിലാക്കുന്നുണ്ട്, ഇവളും അപ്പച്ചൻ്റെ മാതിരി തന്നെയാണ്, ചിന്നമ്മയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ തൻ്റെ അനിയത്തിയുടെ എല്ലാ ദേഷ്യവും മാറി എന്ന് തിരിച്ചറിയുന്നു സ്റ്റാലിൻ. കൂടാതെ തന്നെ സ്റ്റാലിനെ ഞെട്ടിച്ചുകൊണ്ട് അലീനയെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ റീത്ത എന്ന് കാണാനായിട്ട് കഴിയും. കൂടാതെ ഒറ്റപ്പെടുത്തിയതിനും ഇത്ര നാൾ നിന്നെ കണ്ടെത്താത്തതിലും ഞങ്ങളോട് ക്ഷമിക്കണമെന്നൊരു കാര്യവും റീത്ത പറയുമ്പോൾ സ്റ്റാൻലി കണ്ണുമിഴിച്ച് നോക്കി നിന്നു പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം നമ്മുടെ റീത്ത അലീനയെ കെട്ടിപ്പിടിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട് കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ.